പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനും ഇതിഹാസ പുരുഷനുമായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ഭൗതികമായി നമ്മെ വിട്ടുപോയിട്ട് ഇന്ന് 38 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 2025 ജൂലൈ 21 വി.എസ്. ഭൗതികമായി നമ്മെ വിട്ടുപോയത്. ഭൗതികമായി എന്ന് നമ്മൾ പറയുമ്പോൾ ആശയപരമായി വി.എസ്. ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ് എന്നതുകൊണ്ടാണ് ഭൗതികമായി വി.എസ്. നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് എന്ന് ഞാൻ പറയാൻ കാരണം. സുഹൃത്തുക്കളെ, വി.എസിൻ്റെ വിലാപയാത്ര ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാനൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വി.എസ്. ഫലത്തിൽ 2016 ശേഷം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നില്ല. 2016 മുതൽ പിന്നീട് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി കുറച്ചു കാലം ഇരുന്നു. അതിനുശേഷം പിന്നീട് വി.എസ്. രോഗാതുരനായി. ഫലത്തിൽ 2019 മുതൽ വി.എസ്. പൊതുമണ്ഡലത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥാനത്തും വി.എസ്. ഉണ്ടായിരുന്നില്ല. പിന്നീട് വി.എസിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. കോവിഡ് വന്നു, സ്ട്രോക്ക് വന്നു, പിന്നീട് ഹാർട്ട് അറ്റാക്കും ഒക്കെ വന്നിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് വി.എസ്. പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, രോഗാതുരനായി ആശുപത്രിയിൽ തുടർന്നു. അപ്പോൾ 2016 മുതൽ ഭാഗികമായും 2019 മുതൽ ഏതാണ്ട് പൂർണ്ണമായും രാഷ്ട്രീയ രംഗത്ത് വി.എസ്. ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2019 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 6 വർഷമായി വി.എസ്. രാഷ്ട്രീയ രംഗത്തെ ഉണ്ടായിരുന്നില്ല സജീവമായി. അതിനു മുമ്പ് ഭാഗികമായില്ല. അതിനുശേഷം ഞാൻ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം വി.എസ്. ആശുപത്രിയിലും ആയിരുന്നു. അപ്പം സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൽ നിന്ന് അത്രയും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വി.എസിൻ്റെ വിലാപയാത്ര ജനനിബിഡമാകും എന്ന് ആരും കരുതിയിരുന്നില്ല. എന്നെപ്പോലുള്ളവർ പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് ഒരു മാസക്കാലം വി.എസ്. ആശുപത്രിയിലായിരുന്ന സമയത്ത് ആശുപത്രിയിൽ പോയി സമയം ചെലവഴിച്ചിരുന്ന ഞങ്ങളൊക്കെ പല ദിവസം ഞാൻ ശക്തീകരണമൊക്കെ ചെല്ലുമ്പോൾ ചില ദിവസങ്ങളിൽ വി.എസിൻ്റെ അംഗരക്ഷകരായിട്ടുള്ള 3 പോലീസുകാർ വരെയാണ് ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ശക്തീകരണോട് ചോദിച്ചു, ഞാനിന്ന് ഓർക്കുന്നു, വി.എസ്. പാർട്ടി ഉണ്ടാക്കിയ ആളല്ലേ അകത്ത് കിടക്കുന്നത്, എന്നിട്ടും 10 ആൾ പോലും എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ഞാൻ ശക്തീകരണോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. അതായത് ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി പോലും ആശുപത്രിയിൽ കിടന്നാൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് ഞങ്ങൾ പരസ്പരം പറയുകയുണ്ടായി. ആ സാഹചര്യങ്ങൾ അന്ന് അവിടെ നിലനിന്നു. എന്നാൽ സുഹൃത്തുക്കളെ, വി.എസ്. മരിച്ചു കഴിഞ്ഞ് ഉണ്ടായത് എന്താണെന്ന് നമ്മൾ കണ്ടു. വി.എസിൻ്റെ മരണം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മരണം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയത്. ഏതാണ്ട് 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വി.എസിൻ്റെ ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ആംബുലൻസിന് അരികെ വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 250-300 ആളുകൾ വളരെ വൈകാരികമായി കണ്ണേ കരളെ വി.എസ്. എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വി.എസിൻ്റെ ഭൗതിക ശരീരം AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോയി, ആംബുലൻസിൽ കൊണ്ടുപോയി. അതിന് പുറകെ ഞാനും ശക്തിധരനും ഞങ്ങളുടെ ഒരു സുഹൃത്ത് കൂടി ഓട്ടോറിക്ഷയിൽ ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്തു. അതിന് ശേഷം AKG സെൻറ്ററിന് മുന്നിൽ ചെല്ലുമ്പോഴാണ് സത്യത്തിൽ സ്തംഭിച്ചു പോയത്. AKG സെൻറ്ററിന് മുന്നിൽ ചെല്ലുമ്പോൾ ഒരു 12,000-3000 പേര് അവിടെ നിന്ന് വളരെ വൈകാരികമായി കണ്ണേ കരളെ വി.എസ്. അമരൻ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങൾക്ക് കാണാനിടയായി. അപ്പോൾ ആശുപത്രിയിൽ ഒട്ടും ആളുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് വി.എസ്. രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നില്ല. എന്നാൽ അവിടുന്ന് വി.എസിൻ്റെ ഭൗതിക ശരീരം എടുത്തതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ AKG സെൻറ്ററിൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ എവിടുന്നാണെന്നറിയില്ല, ആയിരക്കണക്കിന് ആളുകളാണ് വി.എസിൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് പല ദിക്കുകളിൽ നിന്നും വന്നത്, പല തരത്തിലുള്ള ആളുകൾ. നമുക്കറിയാം, വി.എസ്. 102-ാം വയസ്സിലാണ് നമ്മെ വിട്ട് പിരിയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളവും ആൺകുട്ടികളെയും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വി.എസ്. അവർക്ക് കാര്യമായിട്ട് അറിയേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞെന്താ, ചെറുപ്പക്കാരികൾ, ഇടനില പ്രായത്തിലുള്ളവർ, വന്ധ്യവയോധികർ, മിഡിൽ ക്ലാസ്, അവരൊക്കെ തന്നെ എല്ലാ വിവിധ ജനവിഭാഗം ജനങ്ങളും ആ AKG സെൻറ്ററിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഉണ്ടായത് എന്താ? പിന്നീട് ചാനലുകളിലൊക്കെ ഇത് വലിയ തോതിൽ
ഇത് ചർച്ചയാവുകയും എനിക്കൊന്ന് 21 അല്ലെങ്കിൽ 22 മറ്റാണ്, 22 23 22 വൈകിട്ടോ 23 മറ്റാണെന്ന് തോന്നുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലാപയാത്രയായി VSന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് നീങ്ങി തുടങ്ങും. എനിക്കൊന്ന് 22-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു എന്നാണ് എനിക്ക്. ഞാനും ശക്തിധരനും ഒക്കെ അവിടെ സെക്രട്ടേറിയറ്റിന് അടുത്ത നേരം ഉണ്ട് സന്നിഹിതരായി. സുഹൃത്തുക്കളെ, പിന്നീട് നമുക്ക് എന്താ കാണാൻ കഴിഞ്ഞത്? ഏതാണ്ടൊരു 22-23 മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ആ ഭൗതിക ശരീരം ആലപ്പുഴയിൽ ആദ്യം വീട്ടിലും പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും അവസാനം വലിയ ചുടുകാടിലേക്കും അതെത്തുന്നത്. ആ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ, നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്താനായിട്ട് 5-6 മണിക്കൂർ മതി, 3-4 മണിക്കൂർ മതി പരമാവധി. എന്നാൽ ഏതാണ്ട് 22-23 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ആ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ ചുടുകാട്ടിൽ രാത്രി 9 മണിക്ക് മറ്റോ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് അറിയാം. പിറ്റേ ദിവസം വൈകിട്ട് അതിനിടയിലുണ്ടായ വികാരസാന്ദ്രമായിട്ടുള്ള രംഗങ്ങൾ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. വൈകാരികമായി ജനങ്ങൾ VSനോട് കാണിച്ച ആ ഒരു ബഹുമാനം, അത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ആ ഭൗതിക ശരീരം പോകുന്നതിന് ഇരുവശങ്ങളിലെല്ലാം നമുക്ക് നിറയുന്ന ജനങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ മുഖഭാവങ്ങൾ, അതിൽ നിന്നെല്ലാം കൃത്യമായി അത് മനസ്സിലാക്കിയതാണ്. ഒരുപക്ഷെ കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത ഒരനുഭവമാണ് VSന്റെ കാര്യത്തിലുണ്ടായത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും വലിയ തോതിൽ ആളുകൾ പ്രതികരിച്ചു. പക്ഷെ അന്ന് പ്രതികരിച്ചവരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ ജനങ്ങൾ വൈകാരികമായി VSനോട് VSന്റെ ഭൗതിക ശരീരത്തോട് പ്രതികരിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പ്രതികരണം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളെ തൊട്ടറിഞ്ഞ് അവരെ നേരിട്ട് സഹായിച്ച ഒരു കാരുണ്യവാൻ എന്നുള്ള നിലയിലും, സോളാർ പരാതിക്കാരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വല്ലാതെ ദ്രോഹിച്ചതിനോടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിലുമാണ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും ആ വിലാപയാത്രയൊക്കെ കാണാനെത്തിയത്. എന്നാൽ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് വേണ്ടി VS അച്യുതാനന്ദൻ തൻ്റെ ജീവിതകാലത്ത് നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം. 80 വയസ്സിന് ശേഷം VS ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള ഒട്ടനവധി സമരങ്ങൾ, മതികെട്ടാൻ, പൂയംകുട്ടി, ഈ പറഞ്ഞ പോലെ മുത്തങ്ങ, എൻഡോസൾഫാൻ, മൂന്നാറ്, അതുപോലെ എത്ര സമരങ്ങൾ 80-82 വയസ്സിൽ പോലും കാട്ടിലും മേട്ടിലുമൊക്കെ കയറി ഇറങ്ങി നടന്ന് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും അഴിമതിക്കെതിരായിട്ടും ഈ ഭൂമി കൈയേറ്റത്തിനെതിരായിട്ടും സ്ത്രീപീഡനങ്ങൾക്കെതിരായിട്ടും ഒക്കെ VS നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തോടുള്ള ജനങ്ങളുടെ ബഹുമാനം, അവരുടെ ആദരവ്, അതാണ് VSനോട് അവർ പ്രകടിപ്പിച്ചത്. VS അഴിമതിക്കെതിരെ കോടതിയിൽ നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്കൊന്നും സമാനതകളില്ല കേരളത്തിൽ. അപ്പോൾ സമാനതകളില്ലാതെ VS നടത്തിയ ആ സമരങ്ങൾക്കെതിരായിട്ടാണ് സമാനതകളില്ലാത്ത പ്രതികരണവും സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ VSന്റെ അന്ത്യയാത്രയിൽ ജനങ്ങൾ പ്രതികരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് VS നമ്മെ വിട്ടുപോയി 38 ദിവസം കഴിഞ്ഞിട്ടും VSന്റെ ആ വിലാപയാത്ര, അതിൻ്റെ വികാര തീവ്രമായിട്ടുള്ള രംഗങ്ങൾ, അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഒരു ഞെട്ടിക്കുന്ന വസ്തുത പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് VSന്റെ വിലാപയാത്ര കണ്ട ജനങ്ങൾ, അതിൻ്റെ അളവെന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ എത്ര ജനങ്ങൾ അത് കണ്ടു എന്ന്, നമുക്കതിൻ്റെ കണ്ട ജനങ്ങളുടെ എണ്ണമൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല, അത് അസാധ്യമാണ്. പക്ഷേ VSന്റെ വിലാപയാത്ര ഏറ്റവും ചുരുങ്ങിയത് TV-യിൽ കൂടെയെങ്കിലും കണ്ട ജനങ്ങളുടെ ഒരു ബാരോമീറ്റർ, അതിൻ്റെ ഒരു അളവ് എടുക്കാൻ നമുക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് TV ചാനലുകൾ ഓരോ ആഴ്ചയും എത്ര ആളുകൾ കണ്ടു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു റേറ്റിംഗ് വരും ചാനലുകളിൽ. ഒരു ചാനൽ ബാർക്ക് റേറ്റിംഗ് എന്നാണ് എൻ്റെ ഫുൾ ഫോം, എനിക്ക് ഓർമ്മയില്ല. റേറ്റിംഗ് എല്ലാ ആഴ്ചയിലും വരും. കഴിഞ്ഞ ആഴ്ച ആ ചാനൽ കഴിഞ്ഞ ആഴ്ച ഓരോ ചാനലുകളും കണ്ട ആളുകളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ പോയിന്റുകളായിട്ട് അത് ചുരുക്കി അത് പ്രസിദ്ധീകരിക്കും. അതാണ് ഈ ബാർക്കർ റേറ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്രസിദ്ധീകരിക്കുന്ന റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പരസ്യത്തിനുള്ള
പിന്നെ ചാർജ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചാനലുകൾ തമ്മിൽ വലിയ കടുത്ത മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിലാപയാത്ര കണ്ടത് എത്ര പേർ എന്നുള്ളത് സംബന്ധിച്ച് ടി വി ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് ചില സൂചനകൾ നമ്മുടെ മുന്നിൽ വയ്ക്കും. സുഹൃത്തുക്കളെ, ആ ബാർക്ക് റേറ്റിംഗ് സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ആളുകൾ ടി വി ചാനലുകൾ കാണുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ദിവസമാണ് എന്നാണ് എന്നോട് എൻ്റെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അത് സ്വാഭാവികവുമാണ്. കാരണം 5 വർഷക്കാലം കഴിയുമ്പോൾ ഒരു ഭരണകൂടം മാറി വേറൊരു ഭരണകൂടം വരുമോ വരുന്നത് സംബന്ധിച്ചല്ല വരാതിരിക്കുന്നത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക ആണ് അന്നത്തെ ഏറ്റവും കൂടുതൽ അന്ന് ടി വി ചാനലുകൾക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കിട്ടുന്നത്. അതായത് ഒരു വോട്ടെണ്ണുന്ന ദിവസം ആയിരിക്കും ടി വി ചാനലുകൾക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കിട്ടുക. അപ്പം സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഈ ബാർക്ക് റേറ്റിംഗ് ചാനലുകൾക്ക് ഉണ്ടാവുന്നത് വോട്ടെണ്ണുന്ന ദിവസം ആയിരിക്കും. ആ വോട്ടെണ്ണുന്ന ദിവസം കാണികളെ കൂടുതൽ തങ്ങളുടെ ചാനലുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അവതാരകർ കാണിക്കുന്ന കോപ്രായങ്ങളും കളികളും ഒക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലം വരുന്ന ദിവസം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ച വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ദിവസം, അതായത് വോട്ടെണ്ണുന്ന ദിവസം ഉണ്ടാകുന്ന ടി വി ചാനലുകൾക്ക് ഉണ്ടാകുന്ന ബാർക്ക് റേറ്റിംഗ്, അവർക്ക് കിട്ടുന്ന പോയിന്റുകളെക്കാൾ കൂടുതൽ പോയിന്റ് VSന്റെ വിലാപയാത്ര കടന്നുപോയ ആ ദിവസം ടി വി ചാനലുകൾക്ക് കിട്ടി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് ലഭിച്ചത്. അതായത് വോട്ടെണ്ണുന്ന ദിവസത്തേക്കാൾ കൂടുതൽ പോയിന്റുകൾ VSന്റെ വിലാപയാത്ര കടന്നുപോയ ദിവസം ടി വി ചാനലുകൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ, വോട്ടെണ്ണുന്ന ദിവസം ടി വി ചാനലുകൾ കണ്ടതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ VSന്റെ വിലാപയാത്രയുടെ ആ ദിവസങ്ങളിൽ ടി വി ചാനലുകൾ കണ്ടു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് VSന്റെ വിലാപയാത്ര കടന്നു പോയിട്ടുള്ള ആ ദിവസത്തെ ബാർക്ക് റേറ്റിംഗ് എടുത്ത് പരിശോധിച്ചപ്പോൾ 10 ചാനലുകളും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് 695 പോയിന്റാണ് അന്ന് ഈ ചാനലുകൾക്കെല്ലാം കൂടി ലഭിച്ചത്. 695 പോയിന്റ്. അപ്പോൾ ബാർക്ക് റേറ്റിംഗിൽ പോയിന്റിലേക്ക് ചുരുക്കുന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് ലഭിച്ചത് റിപ്പോർട്ടർ ചാനലാണ്, 191 പോയിന്റ്. യഥാർത്ഥത്തിൽ ഒരല്പം ഹൃദയഭേദകമാണ്. കാരണം ഒരു മരം കൊള്ളക്കാരൻ്റെ ചാനലാണുള്ള റിപ്പോർട്ടർ ചാനൽ. പക്ഷേ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൂടെയാണ് അന്ന് VSന്റെ വിലാപയാത്ര ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് എന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടറിന് 191 പോയിന്റ് അന്ന് ലഭിച്ചു. ഏഷ്യാനെറ്റിന് 153, 24 ചാനലിന് 125, പിന്നെ മാതൃഭൂമിക്ക് 61, മനോരമയ്ക്ക് 58, കൈരളിക്ക് 42, ന്യൂസ് മലയാളം 33 എല്ലാം കൂടെ ചേർന്നത് VSന്റെ വിലാപയാത്ര കടന്നുപോയ ആ ദിവസം ടി വി ചാനലുകളുടെ എല്ലാം കൂടെ റേറ്റിംഗിൻ്റെ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിയാൽ 10 ചാനലുകളും കൂടെ ചേർന്ന് ഏതാണ്ട് 695 പോയിന്റ് വരും. ഈ കാഴ്ചക്കാരുടെ എണ്ണത്തിൻ്റെ കണക്ക് എൻ്റെ മാധ്യമ സുഹൃത്തിനോട് പറഞ്ഞത്, ഇത് വോട്ടെണ്ണുന്ന ദിവസമുള്ള ടി വി കാണുന്ന കാഴ്ചക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അത് അത്ഭുതകരവും ഞെട്ടിക്കുന്നൊരു കാര്യമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ VSന്റെ വിലാപയാത്ര എത്ര ലക്ഷം ആളുകൾ ടി വി ചാനലുകളിലൂടെ കണ്ടു എന്നതിൻ്റെ ഒരു സംസാരിക്കുന്ന തെളിവല്ലേ ഈ ബാർക്ക് റേറ്റിംഗ്? എല്ലാ ചാനലുകൾക്കും കൂടെ ചേർന്ന് 695. ഇതിൻ്റെ പ്രാധാന്യം നമ്മളിപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ടി വിയുടെ ബാർക്ക് റേറ്റിംഗ് ഞാൻ നോക്കുമ്പം എല്ലാ ചാനലുകളും കൂടെ ചേർന്ന് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 383 പോയിന്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര നടന്ന ആ ആഴ്ചയിൽ ഉണ്ടായിരുന്ന 695 പോയിന്റിൻ്റെ ഏതാണ്ട് പകുതി മാത്രമാണ് ഇപ്പോൾ ടി വി ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര കടന്നുപോയ ആ ആഴ്ചയിൽ റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് 191 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 79 അവർക്ക് ഈ കഴിഞ്ഞ ആഴ്ച ലഭിച്ച പോയിന്റ്. ഏഷ്യാനെറ്റിന് അന്ന് വിലാപയാത്ര കടന്നുപോയപ്പോൾ 153 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കാണുന്ന ആളുകളുടെ പോയിന്റ് നോക്കുമ്പോൾ 96 ഉള്ളൂ. VSന്റെ വിലാപയാത്ര കടന്നുപോയ സമയങ്ങളിൽ ആ ആഴ്ച 24ന് 125 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 71 ഉള്ളൂ. ബാക്കി ചാനലുകളൊക്കെ വലിയ വ്യത്യാസമില്ല. പക്ഷേ ഈ 3 ചാനലുകളിൽ കൂടി അന്ന് കണ്ട അതിൻ്റെ പകുതി ആളുകളെ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് കാണിക്കുന്നത്
വി എസിൻ്റെ വിലാപയാത്ര ലക്ഷക്കണക്കിനു ജനങ്ങൾ ആ ഒരു 50-55 മണിക്കൂർ തുടർച്ചയായിരുന്ന് കണ്ടു എന്നതാണ് ഇതിൽ നിന്നും തെളിയുന്നത്. ഇത് വോട്ടെടുപ്പിന് അന്ന് കാണുന്ന TV ചാനലുകൾ കാണുന്ന ആളുകളെക്കാൾ കൂടുതലാണ് ഈ എണ്ണം എന്ന് മാത്രമല്ല, ആ ആഴ്ച TV ചാനൽ കണ്ട ആളുകളുടെ എണ്ണത്തിൻ്റെ ഏതാണ്ട് പകുതി ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച TV ചാനലുകൾ കണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വലിയ സൂചനയാണിത് നൽകുന്നത്. ആ സൂചനയും കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. VS നോടുള്ള സ്നേഹം, ബഹുമാനം, ആദരവ് അത് ജനങ്ങൾ വലിയ തോതിൽ പ്രകടിപ്പിച്ചു എന്നതിൻ്റെ ഒരു കണക്കാണ് ഞാനിപ്പം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വച്ചിട്ടുള്ളത്. VS നോട് അടിത്തട്ടിലും അല്ലാതെയുമുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയ സ്നേഹവും ആദരവും ബഹുമാനവും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും, VS അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടം, VS ഭൂമി കൈയേറ്റത്തിനെതിരെ നടത്തിയ പോരാട്ടം, VS സ്ത്രീ പീഡനങ്ങൾക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ഒക്കെ VS നടത്തിയിട്ടുള്ള നിസ്തുലവും പ്രൗഢോജ്വലവും ഉജ്ജ്വലവുമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ജനങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് VSൻ്റെ വിലാപയാത്ര കണ്ട ഈ ജനങ്ങളുടെ കണക്ക് നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്.